വോട്ട് അനിവാര്യമാണെങ്കിൽ എന്ന് പറയുന്നത് അങ്ങനെ ആണെന്നാരാ തീരുമാനിച്ചപ്പോൾ എല്ലാ സീറ്റും അഭിമാന പ്രശ്നമാണ്. പാല മാത്രമല്ല, 4 സീറ്റും അഭിമാന പ്രശ്നമാണ്. ഞങ്ങളുടെ അടുത്ത് പാർട്ടി അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്ന 4 സീറ്റ് ഞങ്ങൾ മത്സരിക്കുന്നത് തന്നെയാണ്. LDF തിരുവനന്തപുരം പറഞ്ഞിട്ടുണ്ട്. ഇത് ഇതുവരെ ഔദ്യോഗികമായി ഞങ്ങളെ അറിയിച്ചിട്ടില്ല. പക്ഷേ മാണി സി കാപ്പൻ വന്നാൽ സ്വാഗതം. അദ്ദേഹം തീരുമാനമെടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എന്താണ് അഭിപ്രായം എന്ന് പരിശോധിച്ച് അത് പരിഗണിക്കും. അവർ UDF വരികയാണെങ്കിൽ സ്വാഗതമാണ്. UDF സ്വാഭാവികമായും അവർ വരുന്ന UDF കൂടുതൽ ധാർമ്മികമായിട്ടുള്ളൊരു ആവേശം, ഒരു പ്രോത്സാഹനം ലഭ്യമാകും. അതുകൊണ്ട് അവർ വരുന്നതിനെ ലീഗ് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഭാവികമായും തുടർ നടപടിയെക്കുറിച്ചൊരു ചർച്ചയുണ്ടാവുകയും എങ്ങനെ മുമ്പോട്ട് പോകാമെന്ന് ആ ഘട്ടത്തിൽ അഭിപ്രായം പറഞ്ഞാൽ മതി എന്നുള്ളതാണ് തീരുമാനം. വളരെ ക്ലിയറായിട്ട് പവാർജി പറഞ്ഞ ഒരു ഭാഷ ഇത് തന്നെയാണ്. വി ആർ നോട്ട് ലിവിങ് LDF. വളരെ ക്ലിയർ കൂടെയാണ് അറിഞ്ഞത്. എനിക്കൊന്ന് ആ തീരുമാനം എന്നാണെന്നുള്ള വിളി വരട്ടെ, അതിനുശേഷം ഞങ്ങളുടെ തീരുമാനം അറിയിക്കാം. ഞങ്ങളുടെ ആലപ്പുഴക്കാരായ ഞങ്ങളുടെ തീരുമാനം LDF വിട്ട് വെളിയിൽ പോകുന്നതിൽ വിഷമിക്കുന്നു. നമസ്കാരം. അങ്ങനെ സസ്പെൻസ് തീരുന്നു. പാലായിൽ ക്ലൈമാക്സ് ആയി. NCPയുടെ കാര്യത്തിൽ തീരുമാനവും. NCPയും മാണി സി കാപ്പനും UDFിലേക്ക്. മുന്നണി മാറ്റ പ്രഖ്യാപനം ഈ വെള്ളിയാഴ്ച ഉണ്ടാകും. പാലായിൽ കാപ്പൻ തന്നെ UDFിന്റെ സ്ഥാനാർത്ഥിയായേക്കും. എന്നാൽ മന്ത്രി AK ശശീന്ദ്രൻ LDFിനൊപ്പം തുടരും. അതോടെ പ്രവചനങ്ങളൊന്നും തെറ്റിയില്ല. സംസ്ഥാനത്ത് പാർട്ടി പിളരുമെന്നും ഉറപ്പായി. NCP UDFിലേക്ക് പോകുന്നത് LDFിനെ ക്ഷീണിപ്പിക്കുമോ? ഈ ക്ലൈമാക്സിൽ നേട്ടമാർക്ക് കോട്ടമാർക്ക് പരിശോധിക്കുന്നു വാർത്തയിൽ നിന്ന്. സ്വാഗതം. NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം P. മാത്യു നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജ്, ഇടത് നിരീക്ഷകൻ റെജി ലൂക്കോസും നമുക്കൊപ്പം ചേരും. കേരള ജനപക്ഷ നേതാവ് PC ജോർജും ടെലിഫോൺ ലൈനിൽ നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം ശ്രീ സലീം P. മാത്യു, പാർട്ടി ഞാൻ സലീം P. മാത്യുവിലേക്ക് വരുന്നതിന് മുമ്പ് റെജി ലൂക്കോസിലേക്ക് പോയ ശേഷം സലീം P. മാത്യുവിലേക്ക് വരാം. ശ്രീ റെജി ലൂക്കോസ്, NCP പിളരുകയാണ് ഒരു വശത്ത്, പക്ഷേ മാണി സി കാപ്പൻ അടക്കമുള്ളവർ, അതായത് പാർട്ടി തന്നെ UDFിലേക്ക് പോകുന്നു. UDFിന്റെ ഘടകകക്ഷിയായി NCP മാറുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന, പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് CPMന് ഒഴിവാക്കാനാകുമായിരുന്നില്ലേ ഈ ഒരു പിളർപ്പ്? LDFന് ക്ഷീണമാകുന്നില്ലേ NCPയുടെ UDFിലേക്കുള്ള പോക്ക്? അല്ല, നമുക്ക് ആദ്യം ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത് NCP പൂർണ്ണമായിട്ട് പോകുന്നില്ല. മിനിസ്റ്റർ ശശീന്ദ്രൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അദ്ദേഹം ഈ പിളർപ്പിന് കൂട്ടു നിൽക്കത്തില്ല, അദ്ദേഹം UDFിലേക്ക് പോകുന്നില്ല, LDFിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ശശീന്ദ്രന്റെ കൂടെയാണ് അതിനകത്തുള്ളവരിൽ ഏറ്റവും കൂടുതൽ പാർട്ടി അണികൾ. മാണി സി കാപ്പനെ സംബന്ധിച്ചോളം വളരെ വ്യക്തമായിട്ടറിയാം. അത് പ്രത്യേകിച്ച് പാലായി എന്നുള്ള ഒരാളെന്നുള്ളത് എനിക്ക് ഏതാണ്ട് പൂർണ്ണമായ ഒരു നിരീക്ഷണമുണ്ട്. മാണി സി കാപ്പൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ആത്മഹത്യയാണ് അവൻ ചെയ്യാൻ പോകുന്നത്. കാരണം മാണി സി കാപ്പൻ ബഹുമാനപ്പെട്ട മാണി സാറിനോട് 3 തവണ മത്സരിച്ച് തോറ്റു, 4ാം തവണയും മത്സരിച്ചു. അടുപ്പിച്ച ഒരാൾ തോറ്റ് 4ാം പ്രാവശ്യവും മത്സരിച്ച് ജയിച്ച ചരിത്രം കേരളത്തിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്നും ഇന്നും മാണി സി കാപ്പനെ ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി അദ്ദേഹത്തിനെ വിജയിപ്പിച്ചെടുക്കുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, പ്രത്യേകിച്ച് CPMന്റെ പ്രവർത്തകരാണ് അദ്ദേഹത്തിനെ നിയമസഭ കാണിച്ചത്. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലൂടെ 1997 സീറ്റിന് വോട്ടിന് അദ്ദേഹം മത്സരം ജയിച്ചു. ആ മത്സരം ജയിച്ചതിന് ശേഷം ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു, അദ്ദേഹം ഒരു നല്ല MLA എന്നുള്ള പേര് കഴിഞ്ഞ 1.5 വർഷം കൊണ്ട് നേടിയെടുത്തിട്ടുണ്ട്. ആളും വ്യക്തിപരമായിട്ട് കുറച്ച് മാന്യനായ ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഉപദേശക വൃന്ദങ്ങളും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആരൊക്കെ ഉപദേശിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയ വിഡ്ഢിത്തരമാണ് ഇപ്പൊ കാണിക്കുന്നത്. UDFിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിച്ചാൽ ഞാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറഞ്ഞു പാലായിൽ 3ാം സ്ഥാനത്തേക്ക് പോകും. അന്നത്തെ അദ്ദേഹം മത്സരിച്ച സാഹചര്യം അല്ല ഇപ്പോൾ. അന്ന് ആ മത്സരിച്ച സമയത്തുള്ളതിൽ നിന്നും എത്രയോ വെള്ളം മീനച്ചിലാറിലൂടെ ഒഴുകിപ്പോയിരിക്കുന്നു. മാണി സി കാപ്പൻ ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ ഒരു ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ കഥാപാത്രമായിട്ട് അവതരിച്ചു കഴിഞ്ഞു. പല പ്രദേശങ്ങളിൽ അദ്ദേഹത്തിന് മുമ്പുണ്ടായ ജനപിന്തുണ ഇപ്പൊ ഇല്ല. കാരണം CPMനെ വഞ്ചിച്ചുകൊണ്ട് നാളുകളിൽ അദ്ദേഹം UDFിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പ്രത്യക്ഷപ്പെട്ടാൽ പാലായെ പോലുള്ള സ്ഥലം അദ്ദേഹത്തെ അംഗീകരിക്കുന്നുള്ളത് വളരെ വ്യക്തമാണ്. തന്നെയുമല്ല അപർണ, മാണി സി കാപ്പൻ കേരളത്തിലെ പ്രാധാന്യമുള്ള രാഷ്ട്രീയ നേതാവൊന്നുമല്ല. അദ്ദേഹം ഇങ്ങനെ മാണി സാറിന്റെ കൂടെ നിന്ന് ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി തോപ്പിച്ചെന്നുള്ളൊരു പ്രാധാന്യമല്ലാതെ കണ്ട് അദ്ദേഹത്തിന് കാര്യമായ പ്രാധാന്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് അദ്ദേഹം പോകുന്നത് സത്യം പറഞ്ഞാല് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പ്രഫുൽ പട്ടേലിനോട് പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ അതൊരു ഉറച്ച CPMന്റെ തീരുമാനമാണ്. NCP CPMനെ ഇടതുമുന്നണിയെ ചതിച്ചുകൊണ്ടു പോവുകയാണോ, അതോ പരമാവധി ഒരു സമവായത്തിന് NCP ശ്രമിച്ചിട്ടും അനുഭാവപൂർവമായ ഒരു പരിഗണന CPM നൽകിയില്ല? ആ രീതിയിലുള്ള ഒരു പ്രസ്താവനകളൊക്കെ ഇനിയിപ്പോൾ പ്രസ്താവനകളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഏതൊക്കെ രീതിയിൽ വരും എന്നൊക്കെ എനിക്ക് കോട്ടയത്ത് ഐശ്വര്യ കേരള യാത്ര എത്തുമ്പോൾ അറിയാം. ആ രീതിയിലുള്ള പ്രസ്താവനകൾ വരാനുള്ള സാധ്യതയല്ലേ കൂടുതൽ റെജി ലൂക്കോസ്?
അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആദ്യം എന്നാ പറഞ്ഞല്ലോ, NCPയിലെ തന്നെ ഒരു ചെറിയ ഘടകത്തിന്റെ നേതാവാണ് മാണി കാപ്പൻ. അത് മാണി കാപ്പന്റെ രാഷ്ട്രീയ ചരിത്രം അറിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. പാലായിൽ തന്നെ ഒരു ചെറിയൊരു ഓട്ടോറിക്ഷ കയറാനുള്ള ആളെ NCPക്ക് ഉള്ളൂ. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനാധിപത്യ മര്യാദയാണ് ഇത്രയും ചെറിയ പാർട്ടികളെ അവരെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് മന്ത്രിയാക്കി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഒരു വലിയൊരു ജനാധിപത്യ ഒരു കൂട്ടുകക്ഷി മര്യാദയാണ് LDF എന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇവരോട് രാഷ്ട്രീയ മര്യാദകൾ എന്താണ് കാണിച്ചത്? അതൊന്നും പറഞ്ഞേ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പാലാ പ്രദേശങ്ങളിലെ NCPയുടെ കരുത്തനായ നേതാവ് മരിച്ചുപോയ എല്ലാവരും ആദരിക്കുന്ന ഉഴൂർ വിജയനായിരുന്നു. ഒറ്റ ചോദ്യം കൂടെ. പ്രഫുൽ പട്ടേൽ അനുമതി കൂടിക്കാഴ്ചയ്ക്ക് വരുന്നു, അനുമതി മുഖ്യമന്ത്രി നിഷേധിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു. പരമാവധി ഇടതുമുന്നണിക്കൊപ്പം നിൽക്കണമെന്ന് പവാർ അടക്കമുള്ള ദേശീയ നേതാക്കളെല്ലാം പറഞ്ഞതായാണ് വാർത്തകൾ വരുന്നത്. NCPക്ക് ഒരു ദോഷം വരുന്ന രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കുകയില്ല ഇടതുമുന്നണി CPM എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയും പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തതാണ് കുറെ കാലങ്ങളായി. എന്നിട്ടും ഈ രീതിയിലേക്ക് ഒരു തീരുമാനങ്ങൾ ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, CPMന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അപ്പോഴും NCP മറുകണ്ഠം ചാടി എന്ന രീതിയിലാണോ പറഞ്ഞു വരുന്നത് റിജു ലൂക്കോസ്? തീർച്ചയായിട്ടും NCPയുടെ മാണി കാപ്പൻ അടങ്ങുന്നൊരു ചെറിയ ഘടകം മറുകണ്ഠം ചാടുവാണെങ്കിൽ അത് അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റത്തുള്ളൂ. തന്നെയല്ല, സീറ്റ് വിഭജന ചർച്ച പോലും ചെയ്യുന്നതിന് മുമ്പ് ജോസ് കെ മാണി വിഭാഗം അന്തരീക്ഷത്തിൽ ഇങ്ങനെ ചില സൂചനകൾ കിട്ടിയപ്പോൾ തന്നെ അതിനെതിരെ പ്രതികരിച്ച് അപക്വമായ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിച്ചതാണ് മാണി കാപ്പൻ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പരിചയക്കുറവ്, അദ്ദേഹത്തെ ഉപദേശിക്കുന്ന വൃന്ദം അദ്ദേഹത്തിന് കുഴിയിൽ ചാടിച്ചതാണ്. അതാണ് സത്യാവസ്ഥ. മാണി കാപ്പൻ UDFിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മത്സരത്തിന് ശേഷം അദ്ദേഹത്തിനെ കേരളം തന്നെ മറക്കും, പാലക്കാരും മറക്കും. പാലക്കാർ അപൂർവമായിട്ട് അങ്ങനെ ഓർത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം കോൺഗ്രസ് ഇപ്പോൾ പാലായിൽ എന്തെങ്കിലും നേട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ മാണി കാപ്പനെ കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിനെ കൂട്ടുന്നത്. സലീം പി മാത്യു, NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഔദ്യോഗിക പ്രഖ്യാപനം വെള്ളിയാഴ്ച വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് വ്യക്തമാണ്. പക്ഷേ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഈ രീതിയിൽ ഒരു പരമാവധി ഒരു സമവായത്തിന് NCP പോയോ, അതോ NCP ഒരു മണ്ടത്തരം കാണിച്ചുകൊണ്ട് CPMനെയും ഇടതുമുന്നണിയെയും ചതിച്ചുകൊണ്ട് മറുകണ്ഠം ചാടാൻ ഒരുങ്ങുകയാണോ? ഇത് റിജു ലൂക്കോസിനുള്ള മറുപടി മാത്രമല്ല, ഈ വലിയൊരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് കടക്കുമ്പോൾ NCPയിലെ ഒരു വലിയ വിഭാഗം. തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ 40 വർഷക്കാലമായി LDFിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് NCPയും അതിന്റെ പൂർവ്വരൂപമായ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ. NCP 1999 രൂപം കൊള്ളുന്നത്. അതിനുശേഷം നാളുകളുടെ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് NCP. ആ പാർട്ടി തുടർച്ചയായി 4 തവണ മത്സരിച്ച് 4ാം വട്ടം അവിടെ ജയിക്കും. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും കൂട്ടായ പരിശ്രമത്തിന് കൊണ്ടാണല്ലോ ഇത്തവണ ജയിച്ചത്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ നിലവിൽ മുന്നണിയിൽ തുടരുന്ന ഒരു കക്ഷിയോട് കാണിക്കേണ്ട മുന്നണി മര്യാദ, കോലീഷൻ ധർമ്മം, ആ ധർമ്മം മുന്നണി മര്യാദ LDF നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇതിനകത്ത് സത്യസന്ധമായ കാര്യം. ഈ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു LDFിൽ തുടരാനാണ് ഞങ്ങൾക്ക് താല്പര്യം, LDFിന്റെ ഘടകകക്ഷിയാണ്. പക്ഷേ നിലവിലുള്ള കയ്യിലുള്ള സീറ്റുകൾ വിട്ടുകൊടുത്ത് ഒരു ചരിത്രം ഈ നാളിതുവരെ പറയാൻ പറ്റുന്നു. അത് തന്നെയല്ല, LDFിന്റെ ഒരു ഷുവർ സീറ്റിലേക്കൊന്നുമല്ല മാണി കാപ്പനെ 20 കൊല്ലം മുമ്പ് മത്സരിക്കാൻ അയക്കുമ്പോൾ ഈ പാലാ സീറ്റിൽ എന്നെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും എന്നൊരു കണക്കുകൂട്ടൽ ആർക്കും ഉണ്ടായിരുന്നില്ല. ഒരു നേർച്ച കോഴിയെ പോലെ ശ്രീ KM മാണിയെ പോലെ ഒരു നേതാവിനെതിരായി മത്സരിക്കാൻ, UDF നേതാവിനെതിരെ മത്സരിക്കാൻ ശ്രീ മാണി കാപ്പനെ നിയോഗിക്കുമ്പോൾ അവിടെ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവല്ലോ. അവിടെ തീർച്ചയായും മാണി കാപ്പൻ തുടർച്ചയായ മത്സരത്തിലൂടെയും തുടർച്ചയായ ജനകീയ പ്രവർത്തനങ്ങളിലൂടെയുമാണ് ഇത്തവണ ജയിച്ചത്. ആർക്കെങ്കിലും സംശയം ഉണ്ടോ കാര്യത്തിൽ? അപ്പൊ അതുകൊണ്ട് നിലവിലുള്ള ഒരു സീറ്റ് നഷ്ടപ്പെടുക, നിലവിലുള്ള ഒരു കക്ഷിയെ അവഗണിക്കുക, അത് ഒരു മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ല. അതിന്റെ അല്ല, ശ്രീ സലീം പി മാത്യു, ഒറ്റ കാര്യം, അതായത് മാണി കാപ്പൻ നേരത്തെ തന്നെ പ്രഖ്യാപനങ്ങളൊക്കെ ഈ വിഷയത്തിനകത്ത് നടത്തിയതാണ്. അപ്പോഴും TP ബിദാമാസ്റ്റർ അടക്കമുള്ളവർ പറഞ്ഞത് ഇടതുമുന്നണി ഞങ്ങൾ വിടുകയില്ല, ഇടതുമുന്നണി ഞങ്ങളെ കാര്യമായി പരിഗണിക്കുമെന്നാണ്. ഇപ്പോൾ അങ്ങനെയല്ലാത്ത ഒരു വിവേചനം ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്ന് CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണോ NCPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും. കാര്യം വെച്ചാൽ മുന്നണിയിൽ തർക്കം വരും, മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു സമവായ ചർച്ചയിലൂടെ പരിഹരിക്കുക എന്നുള്ളത് മുന്നണി നേതൃത്വത്തിന്റെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. ഒരു മുന്നണിയിലെ 2 ഘടകകക്ഷികൾ ഒരു സീറ്റിന് വേണ്ടി തർക്കം പറയുമ്പോൾ അതെങ്ങനെ പരിഹരിക്കാം എന്നൊരു ചർച്ച നാളിതുവരെ ഒരു മുന്നണി LDF നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ്.
അപ്പൊ അതുകൊണ്ട് ആ തരത്തിൽ ഒരു മുന്നണി നേതൃത്വം ഇത് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു തിരക്കഥ പോലെ NCPയെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയെന്ന് ആണ് ഞങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ തിരികെ വരാം. ദയവായി തുടരുക ശ്രീ സലീം പി മാത്യു. ജേക്കബ് ജോർജ് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി നമുക്കൊപ്പം. ശ്രീ ജേക്കബ് ജോർജ്, മാണി സി കാപ്പനെ ഒരു നേർച്ചക്കോഴിയെ പോലെ കണ്ടുകൊണ്ട് പാലയിലേക്ക് വിട്ടു, പാല സീറ്റ് പിടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ജോസ് കെ മാണി വിഭാഗം വന്നപ്പോൾ പരിപൂർണമായ ഒരു വിവേചനം നടത്തി. സലീം പി മാത്യുക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, വെള്ളിയാഴ്ച ഔദ്യോഗിക പ്രഖ്യാപനം വന്നു കഴിയുമ്പോൾ ഇനി ഏതെല്ലാം രീതിയിലുള്ള പ്രസ്താവനകളാണ് വരാനിരിക്കുന്നതെന്ന് കാണാനിരിക്കുന്നതേ ഉള്ളൂ. ആ രീതിയിലുള്ള ഒരു വഞ്ചന NCPയോട് ഇടതുമുന്നണിയും CPM-ഉം കാണിച്ചു എന്നാണ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഇത് ആ രീതിയിൽ തന്നെ ആയിരിക്കുമോ ഇനി വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കേണ്ടത് പ്രസ്താവന? അല്ല, ഈ തെരഞ്ഞെടുപ്പ് അപർണ ഒരു പ്രചാരണത്തിന്റെ കലയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രചരണങ്ങളും ദുഷ്പ്രചരണങ്ങളും ഒക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. നമുക്ക് എന്തും പ്രതീക്ഷിക്കാം. ഇടതുപക്ഷ മുന്നണിക്കും പറയാനുണ്ടാവും. പക്ഷെ എനിക്ക് തോന്നുന്നത് മാണി സി കാപ്പൻ പാലായിൽ മത്സരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ, ആ വിജയത്തിന്റെ പിന്നിൽ വോട്ടിന്റെ കണക്കുണ്ട്. ആ വോട്ട് കണക്ക് നോക്കുമ്പോൾ CPM-ന് എത്ര വോട്ടുണ്ടായിരുന്നു, അതിന്റെ കൂടെ PJ ജോസഫിന്റെ കുറെ വോട്ടും കൂടെ മാണി സി കാപ്പന് കിട്ടിയിട്ടുണ്ടാവില്ലേ? കിട്ടിയില്ലേ? തീർച്ചയായിട്ടും കിട്ടിയിട്ടില്ലേ? കോൺഗ്രസിൽ നിന്ന് കുറെ വോട്ട് കിട്ടിയിട്ടുണ്ടാവില്ലേ? അതും കൂടെ നോക്കണ്ടേ? അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ ആകെ തുകയാണ് മാണി സി കാപ്പന്റെ കയ്യിലിരിക്കുന്ന പാലാ സീറ്റ്. അപ്പൊ പാലാ സീറ്റ് മാണി സി കാപ്പൻ തന്നെ നേടിയതാണ്, അല്ലെങ്കിൽ NCP തന്നെ നേടിയതാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനകത്ത് രാഷ്ട്രീയമില്ല. പക്ഷേ മാണി സി കാപ്പന്റെ അവകാശമുണ്ട്. ആ അവകാശത്തെ ഞാൻ മാനിക്കുന്നു, വ്യക്തിപരമായിട്ട് ഞാൻ മാനിക്കുന്നു. പക്ഷേ ജോസ് കെ മാണിക്ക് ഒരു ക്ലെയിം ഇല്ലേ? അദ്ദേഹത്തിന്റെ പിതാവ് സാക്ഷാൽ കരിങ്ങോഴയ്ക്കൽ മാണി എത്ര കാലം, 1/2 നൂറ്റാണ്ടിലേറെ കാലം, 54 വർഷം വെച്ചനുഭവിച്ചിരുന്ന സീറ്റാണ് പാല. ആ പാല ജോസ് കെ മാണിക്കോ മാണി ഗ്രൂപ്പിനോ രണ്ടിലെ ചിഹ്നത്തിനോ പെട്ടെന്ന് കൈവിടാൻ പറ്റുമോ? അങ്ങനെ ഒരു ഘടകമുണ്ട് അതിനകത്ത്. അതുകൊണ്ട് തർക്കം ഉണ്ട് തീർച്ചയായിട്ടും. ആ തർക്കം ഇതുവരെയും ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ എത്തിയിട്ടില്ല. അങ്ങനെ ചർച്ചയായിട്ടില്ല, സീറ്റ് വിഭജന ചർച്ചയായിട്ടില്ല. പിന്നെ NCP എത്ര കണ്ട് വളർന്നിട്ടുണ്ട്? എത്ര കാലമായി? 80 മുതൽ ഇങ്ങനെ ഒന്ന് രണ്ട് പേരുകളിൽ ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ് ഇടതുപക്ഷ മുന്നണിയുടെ കൂടെ. PC ചാക്കോയുടെ കാലം മുതൽ ഇങ്ങോട്ട് ആന്റണിയൊക്കെ ഉണ്ടായിരുന്നു കൂടെ. പക്ഷെ അവശേഷിച്ച് PP ശശീന്ദ്രനും പീതാംബരം മാസ്റ്ററും ഒക്കെ ആയിട്ട് മാറിയിരിക്കുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ഒരു നിരയെ കൊണ്ടുവരുവാൻ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അത് പക്ഷെ അത് മുന്നണിയുടെ പ്രശ്നമാണ്. 2 മുന്നണികളിൽ 2 നേതൃപാർട്ടികൾ ഉയർന്നു നിൽക്കുമ്പോൾ ഘടകകക്ഷികൾക്ക് വളരുന്നതിന് വളരെയധികം പരിമിതിയുണ്ട്. ആ പരിമിതികളിൽ നിന്നും കൊണ്ട് പോലും അവർക്ക് ഒരു ഘട്ടത്തിൽ അപ്പുറത്തേക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എത്രമാത്രം ക്ലെയിം ഉണ്ട്, അതിന് തക്ക സീറ്റ് ആണോ അവർക്ക് കിട്ടിയിരിക്കുന്നത്? തീർച്ചയായും ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ചയ്ക്ക് വരും. വളരെ വളരെ ക്ലിയർ ആയിട്ട് ശ്രീ ജേക്കബ് ജോർജ്, മുഴുവനായിട്ടല്ല, ഒരു പകുതി കൂടുതലാണ് പിളർന്നു പോകുന്നത്, ബാക്കി അവിടെ നിൽക്കുന്നു, AK ശശീന്ദ്രൻ അവിടെ നിൽക്കുന്നു. ഇത് LDF-നെ സംബന്ധിച്ചിടത്തോളം നേട്ടമെന്ന് പറയില്ല, LDF-നെ അത് ക്ഷീണിപ്പിച്ചിട്ടുണ്ടോ? UDF അത് സ്വാഭാവികമായും ആഘോഷിക്കുമെന്നുള്ള തർക്കമില്ല. പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗം പോയതിന്റെ ആ കേട് തീർക്കാനും കൂടി അത് ആഘോഷമാക്കി എടുക്കുമല്ലോ പ്രചാരണത്തിൽ. അല്ല, ഇടതുമുന്നണിക്കുണ്ടായ ക്ഷീണത്തെക്കാൾ വളരെ വലുതാണ് ഐക്യ ജനാധിപത്യ മുന്നണി നേടുന്ന നേട്ടം. അവർക്കൊരു ഘടകകക്ഷിയെ ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് അടർത്തി കിട്ടുകയാണ്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. എന്താണ് കാര്യം? ഇവിടെ നിന്ന് കേരള കോൺഗ്രസ് UDF-ലെ 3ാമത്തെ വലിയ കക്ഷിയാണ് വിട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ കോട്ടയം, എറണാകുളം, ഇങ്ങോട്ട് തിരുവനന്തപുരം വരെയൊക്കെ നോക്കുകയാണെങ്കിൽ 2 കക്ഷികളെ ഉള്ളൂ. തീർച്ചയായും ഞാൻ തിരികെ വരാം. ശ്രീ ജേക്കബ് ജോർജ്, PC ജോർജും നമുക്കൊപ്പം ചേരുന്നു. ശ്രീ PC ജോർജ്, NCP പകുതിയിൽ കൂടുതൽ പിളർന്ന് UDF-ലേക്ക് പോകുന്നു. പാലായിൽ മാണി സി കാപ്പൻ സ്ഥാനാർത്ഥിയാകുന്നു. ആകെ പ്രതീക്ഷിച്ചതാണെങ്കിൽ പോലും കളി മാറി വരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് ഐശ്വര്യ കേരള യാത്രയിൽ മാണി സി കാപ്പൻ വലിയ ഒരു പ്രകടനത്തോടു കൂടിയാണ്. 1000 പ്രവർത്തകർ, 250 ബൈക്കുകൾ, അങ്ങനെ ഒരു തുറന്ന ജീപ്പിൽ ഐശ്വര്യ കേരള യാത്രയ്ക്കൊപ്പം ചേരുന്നു. വലിയ രംഗങ്ങൾക്ക് വഴിവെക്കും 2-3 ദിവസങ്ങൾ. മധ്യ കേരളത്തിലെ രാഷ്ട്രീയ നിലയിൽ തർക്കമില്ല. എങ്ങനെ കാണുന്നു ശ്രീ PC ജോർജ്? ഞാനൊരു തമാശയായിട്ട് കാണുന്നു. വലിയൊരു തമാശ എഴുതിയിട്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നു. ജേക്കബ് ജോർജ് എന്ന രാഷ്ട്രീയ നിരീക്ഷണം ഇതുകൂട്ട് നിരീക്ഷണം നടത്തിയാൽ നന്നായിരിക്കും. പാലാ നിയമത്തിൽ ജോസഫിന്റെ അല്ല ആരുടെ വോട്ടുകൊണ്ടല്ല കാപ്പൻ ജയിച്ച ഉടനെ ആദ്യം പറഞ്ഞ എന്താ PC ജോർജിന് നന്ദി എന്നാ പറഞ്ഞു. മനസ്സിലായോ? ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തെ പഴയ 6 പഞ്ചായത്താണ് പാലായിൽ ഇപ്പൊ പെട്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ കൊടുത്ത് വോട്ട് കൊണ്ടാ കാപ്പൻ ജയിച്ചത്. അല്ലാതെ ജോസഫിന്റെ വോട്ട്. ജോസഫിനെ
ഞാൻ ആ വോട്ട് കാപ്പന് കൊടുക്കാൻ കാരണം ജോസഫിനെ മാണിയുടെ ആളുകൾ കൂവി നാറ്റിച്ചു അപമാനിച്ചു എന്നുള്ള വൈരാഗ്യം കൊണ്ടാണ് ഞാൻ കാപ്പൻ അനുകൂലമായ തീരുമാനമെടുത്തത്. അത് വേറെ വശം. അപ്പൊ രാഷ്ട്രീയ നിരീക്ഷകന്മാർ പറയുമ്പോൾ സത്യസന്ധമായി പറഞ്ഞ ഇച്ചിരി നല്ലതാണ്. ജോസഫിനോട് സ്നേഹം കൊണ്ടുകൊണ്ട് ജോസഫിനോട് സ്നേഹം പറഞ്ഞോണം. പക്ഷെ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ നിഷ്പക്ഷമായ അഭിപ്രായം പറയാനുള്ള മര്യാദ കാണിക്കുന്നത് രാഷ്ട്രീയക്കാർക്ക് മറ്റുള്ളവരും ഗുണം ചെയ്യുന്നുള്ള അഭിപ്രായം ജേക്കബ് ജോർജിനെ ഞാൻ അറിയിക്കുന്നു. പിന്നെ പാലായി കാപ്പൻ ഇടതുപക്ഷത്ത് പോയി ഇടതുപക്ഷത്ത് എന്തോ ചുക്കുവെന്നുള്ള അഭിപ്രായം എനിക്ക് ചിരി വരുന്നെന്ന് കേട്ടിട്ട്. കേരള കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ 75% ജോസ് കെ മാണിയുടെ കൂടെ പോയി. 25% കുറവാണ് ജോസഫ് ഗ്രൂപ്പിലുള്ളത്. നേതാക്കന്മാർ ജോസഫിന്റെ കൂട്ടത്തിലും പ്രവർത്തകർ മുഴുവൻ ജോസ് കെ മാണിയുടെ കൂട്ടത്തിലുമാണ്. ഞാനിത് പറയുമ്പോൾ ഞാൻ പി ജോസഫിനെ ചെറുതാക്കാൻ വേണ്ടി പറയല്ല. പി ജോസഫ് വലുതാണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ വസ്തുതാപരമായ കാര്യങ്ങളാണ് നിയോജകമണ്ഡലം ഓരോന്നും വെച്ചാൽ ഞാൻ ഈ പറയുന്നത്. പിന്നെ പാലാ നിയോജകമണ്ഡലത്തിൽ NCP 1000 പ്രകടനം നടത്തുന്നത് എനിക്ക് അത് കേട്ടപ്പോൾ ചിരി തന്നെ. 25 പേര് NCP ഇല്ല. ആ 25 പേരില്ലാത്തത് കാപ്പൻ കൈ കാശുണ്ടെങ്കിൽ ആളെ ആക്കിയിട്ട് പിടിച്ച് സൈക്കിളെ കയറ്റാന്നുള്ളതല്ലാതെ അവിടെ NCP വളർന്നെന്ന് പറഞ്ഞ ഒന്നുമില്ല. അവിടെ NCP 50 പ്രവർത്തകർ പോലും ഇല്ലായിരുന്നു കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ. ഉള്ള പ്രവർത്തകർ പോലും കാപ്പന് എതിരുമായിരുന്നു. പിന്നെ NCP വളർന്നെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? NCP വളർന്നു പറഞ്ഞാൽ ഇപ്പോ ശരത് പവാർ ഉൾപ്പെടെ NCP പൂർണ്ണമായി ഇങ്ങവശത്ത് വരുന്നെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒന്ന് പറയാം. ഇത് പാലായിലല്ലാതെ വേറെ എവിടെയെങ്കിലും ശക്തിയുള്ള സ്ഥലം പറഞ്ഞു തരാൻ പറ്റുമോ? ഒരു കാര്യമില്ല പറഞ്ഞതിനകത്ത്. പാലാ നിയോജകമണ്ഡലത്തിൽ പോലും നല്ല ഫൈറ്റ് ഉണ്ടാവും. പാലാ നിയോജകമണ്ഡലത്തിൽ ആര് ജയിക്കണമെന്ന് കേരള ജനപക്ഷം തീരുമാനിച്ചോ. ഇപ്പൊ ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്നില്ല. സത്യസന്ധമായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ പി സി ജോർജ്. നേരത്തെ ജേക്കബ് ജോർജ് പറഞ്ഞു നിർത്തുകയാണ് കോൺഗ്രസിന്റെ വോട്ടുകളും പാലായിൽ മാണി സി കാപ്പന് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന്. ഈ പാലായിൽ മാണി സി കാപ്പൻ UDF സ്ഥാനാർത്ഥി ആകുമെന്ന് ഉറപ്പായി. പാലായിലെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം, പ്രാദേശിക നേതാക്കൾ ഇതൊക്കെ പരിപൂർണമായിട്ട് വെള്ളം കുടിച്ച് ചവച്ചതങ്ങ് വിഴുങ്ങുമോ? അതല്ലെന്ന് പ്രാദേശിക നേതൃത്വം പാലായിൽ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി കാര്യമായിരുന്നു. കോൺഗ്രസിലെ വളരെ ശക്തമായ വിഭാഗമുണ്ട്. പക്ഷെ കോൺഗ്രസ് പൂർണ്ണമായി നിൽക്കും. അങ്ങനെ നിന്നാൽ പോലും കാപ്പന് മത്സരത്തിൽ ജയിക്കുന്ന വലിയ പ്രശ്നമുണ്ട്. അത്ര നിസ്സാര മത്സരമായിരിക്കില്ല. തീവാറുന്ന മത്സരം ഉണ്ടാവും. അതിന് വിലയുണ്ട്. അവിടെ ബാക്കി വോട്ട് എവിടെ പോകണം എന്നുള്ള ഏറ്റവും കൂടുതൽ വോട്ടുള്ള ഒരാള് കേരള ജനപക്ഷമാണ്. അത് തന്നെ ഞാൻ പറഞ്ഞത്. അത് കാപ്പനോടും ചോദിക്കും. കാപ്പനെ നിഷേധിക്കട്ടെ. അതെ, ഞാൻ എന്നോട് മാത്രം ചോദിക്കട്ടെ, കാപ്പനോട് ചോദിച്ചു. ഏതായാലും കാപ്പൻ ഇപ്പം വന്നിരിക്കുന്ന ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പൊ എത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ട് പോയി. കാപ്പൻ ആദ്യം തന്നെ പ്രഖ്യാപിച്ചവരാണ് ഞാൻ UDF. ഇതിന്റെ ഇരട്ടി വില കാപ്പന് കിട്ടിയാനെ. അത് തന്നെ അല്ലെങ്കിൽ ഇപ്പോ NCP വരുമെന്ന് പറഞ്ഞു. NCP ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്. AK ശശീന്ദ്രൻ UDFിനോടൊപ്പം വരുന്ന പ്രശ്നമില്ല. കാരണം ഇതൊക്കെ പേഴ്സണലാണ്. AK ശശീന്ദ്രൻ മലബാർ മേഖലയിൽ നിയമസഭ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ CPM-നോടും പിണറായി വിജയനോടും വോട്ട് നിന്നേ പറ്റൂ. അതുപോലെ തന്നെ ഇവിടെ കാപ്പന് വരണമെന്നുണ്ടെങ്കിൽ UDFിനോടൊപ്പം വോട്ട് നിന്നേ പറ്റൂ എന്ന സാഹചര്യം ഉള്ളത് കൊണ്ടാണ് കാപ്പൻ അങ്ങനെ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ വ്യക്തിപരമാണ്. ഇതൊന്നും രാഷ്ട്രീയമല്ല എന്ന് ആദ്യം അറിയുക. പിന്നെ ഒരു കക്ഷി LDFിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നൊന്നും മറ്റുള്ള അഹങ്കാരമൊന്നും വേണ്ട. കാരണം എത്ര ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവരെയും എനിക്കറിയാമല്ലോ. ഞാൻ അറിയാത്ത ആരും ഇല്ലല്ലോ. അതുകൊണ്ട് UDFിനൊരു വലിയ നേട്ടമൊന്നും പറയണ്ട. പാലാ നിയോജകമണ്ഡലത്തിൽ ഇലക്ഷൻ നടന്നു കഴിയുമ്പോൾ കാപ്പൻ ജയിച്ചാൽ അതൊരു നേട്ടം, കാപ്പൻ തോറ്റാലോ അപ്പൊ ആ നേട്ടം തീരുകയാണ്. ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്ന രാഷ്ട്രീയം എന്ന് ആധികാരികമായി തന്നെ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ പി സി ജോർജ് പറയുന്നു. വളരെ നന്ദി ശ്രീ പി സി ജോർജ്. ഏതായാലും UDFന് ഒപ്പം നിൽക്കുകയാണ് പി സി ജോർജ്. അപ്പോൾ കേരള ജനപക്ഷത്തിന്റെ ഒരു വിലയിരുത്തൽ പോലും അതിനകത്തുണ്ട്. ഞാൻ തിരികെ വരാം. റെജി ലൂക്കോസൊപ്പം ജേക്കബ് ജോർജ്, സലീം പി മാത്യു നമുക്കൊപ്പം ഉണ്ട്. വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള അത്യാവശ്യമാണ്. മുത്തൂറ്റ് ഫൈനാൻസ് ഗോൾഡ് അൺലോക്ക് നിങ്ങളുടെ $16 channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network.
16 channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News. ചർച്ച തുടർന്നു. ശ്രീ റെജു ലൂക്കോസ്, ഇതൊരു എല്ലാം വ്യക്തിപരമാണ്, രാഷ്ട്രീയമല്ല. PC ജോർജ് നേരത്തെ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് പറയുന്നത്, പാലായിലെ വിഷയമായതുകൊണ്ട്. പക്ഷേ ഒറ്റയടിക്ക് അത് മുഖവിലക്കെടുക്കാൻ എങ്ങനെ കഴിയും? നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ UDFന് കിട്ടിയിരിക്കുന്ന വലിയ നേട്ടമാണ്, ഇടതുമുന്നണിക്ക് ഉണ്ടായ കോട്ടത്തെക്കാളും വലുത് UDFന് കിട്ടിയിരിക്കുന്ന വലിയ നേട്ടം ഒരു വശത്ത്. അതിനപ്പുറത്തേക്ക് സലിം P. മാത്യു പറയുന്ന കാര്യമുണ്ട്, ഞങ്ങൾ ഈ മുന്നണിയുടെ കൂടെ ഇത്ര കാലം നിന്നു, സമവായം ഉണ്ടാകും, അങ്ങനെ കൈവിടുകയില്ല എന്ന് പ്രതീക്ഷിച്ചു. സ്വാഭാവികമാണ്, ആ രീതിയിലുള്ള പ്രസ്താവനകൾ വന്നതാണ്. NCPയെ ജോസ് കെ മാണി വിഭാഗത്തിന് വേണ്ടി CPM പരിപൂർണമായി കൈവിട്ടു, NCPക്ക് മുന്നിൽ മറ്റൊരു വഴിയില്ലാതായിപ്പോയി, അതുകൊണ്ട് അവർക്ക് UDFിലേക്ക് പോകേണ്ടി വന്നു. ഈ രീതിയിലുള്ള വ്യാഖ്യാനം സലീം P. മാത്യുവിന്റെ വാക്കുള്ളതുണ്ട്. ശ്രീ റെജു ലൂക്കോസ്. അല്ല, സലീം P. മാത്യു പറഞ്ഞാൽ ഞാനും കേട്ടിരുന്നു. പക്ഷേ സലീം P. മാത്യു മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ 40 വർഷമായിട്ട് LDFിനോടൊപ്പം ഉണ്ടായിരുന്ന NCPയെ കൈയൊഴിഞ്ഞു എന്നൊരു വാക്ക് LDFിന്റെ ഭാഗത്തോ CPMന്റെ ഭാഗത്തോ ഈ നിമിഷം വരെ വന്നിട്ടില്ല. കൈയൊഴിയുമെന്നുള്ള അന്തരീക്ഷത്തിൽ നിന്ന് ഭാവനകൾ സൃഷ്ടിച്ചുകൊണ്ട് കഴിഞ്ഞ 6 മാസമായിട്ട് UDFിലേക്ക് ചേക്കാറാനുള്ള ഒരുക്കങ്ങൾ ഈ ഏതാനും ആൾക്കാർ മാനസിക കാപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരുന്നതാണ് വസ്തുത എന്ന് പറയുന്നത്. കാരണം ഇന്ന് വരെ LDF ഇവരെ തഴയുമെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത, പ്രഫുൽ പട്ടേൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിളിച്ചപ്പോൾ NCPക്ക് പാലാ സീറ്റ് നൽകില്ല, വേണ്ടി വന്നാൽ അടുത്തൊരു സീറ്റൊക്കെ ഞങ്ങൾ എടുക്കും എന്നൊക്കെ പറഞ്ഞ ഭാവനാസമ്പന്നമായ ഒരു വാർത്ത മാത്രമേ നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യം അല്ല ഇതിനെ സംബന്ധിച്ച് നമ്മുടെ മുന്നിലുള്ളൂ. പക്ഷെ മാണി കാപ്പ് മനസ്സിലാക്കേണ്ട വേറൊരു വസ്തുതയാണ്, അതുകൂടെ ഇത് ചർച്ച പറയണ്ടേ. മാണി കാപ്പ് നിയമസഭയിൽ 3 തവണ തോറ്റിട്ട് 4ാമത്തെ പ്രാവശ്യം അദ്ദേഹത്തിൽ നിന്ന് ജയിപ്പിച്ചതാരാ? PC ജോർജ് സാറിന്റെ സ്വാധീനത്തിൽ കുറെ വോട്ട് കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറയത്തില്ല, കാരണം എനിക്ക് അദ്ദേഹത്തിന്റെ സ്വാധീനം അത്യാവശ്യം അറിയാവുന്ന ഒരാളാണ്. പക്ഷേ വിയർത്ത് കഷ്ടപ്പെട്ട് ഇദ്ദേഹത്തിന്റെ തോളി കയറ്റി വിജയിപ്പിച്ച നിയമസഭയിൽ എത്തിച്ചത് ഇവിടുത്തെ CPM പ്രവർത്തകരാ. ആ CPM പ്രവർത്തകരോടാണ്, അവരുടെ വിയർപ്പിനാണ് ഇദ്ദേഹം ചോദ്യം ചെയ്യുന്നത് കേവലം 1.5 വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അദ്ദേഹം നിയമസഭാ സാമാജിത്വം രാജിവെച്ചിട്ട് വേണം അദ്ദേഹം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താനായിട്ട് പാലായിൽ പരസ്യമായിട്ട്. അല്ലെങ്കിൽ മാണി കാപ്പൻ ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികളാണ്. അതിന്റെ പ്രതിഫലനം ജോസ് കെ മാണിയുടെ ഭൂരിപക്ഷം വൻ രീതിയിൽ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും, ഒരു തർക്കമില്ല. പിന്നെ ഈ മാണി കാപ്പൻ പറയുന്ന അല്ലെങ്കിൽ ഇവർ പറയുന്നതിനകത്ത് വേറൊരു ന്യായക്കേടുണ്ട്. കേരളത്തിൽ എത്ര ഉന്നത നേതാക്കന്മാരും മുന്നണി വിട്ട് ക്ഷമിക്കണം, നിലവിലുള്ള മണ്ഡലം വിട്ട് മത്സരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് കുട്ടനാട് സീറ്റ് വാഗ്ദാനം ചെയ്തു. കുട്ടനാട് സീറ്റ് പാലായേക്കാളും മാണി കാപ്പൻ കുറച്ചുകൂടെ സേഫാ. കാരണം കുട്ടനാട്ടിലുള്ള നല്ല കടം തോമസ് ചാണ്ടി സാർ ഒരുക്കിയിട്ടാണ് അദ്ദേഹം ഈ ഇഹലോകവാസം എടുത്തിരിക്കുന്നത്. തന്നെയുമല്ല ജോസ് കെ മാണിയുടെ വിഭാഗം കുട്ടനാട്ടിലെ പ്രബലമായ ഒരു രാഷ്ട്രീയ കക്ഷിയാ. അവരുടെ കൂടെ പിന്തുണ കിട്ടുവാണെങ്കിൽ അവിടെ മറുപടി 6 മാസമായിട്ട് മുന്നണി മാറ്റത്തിനുള്ള കളം ഒരുക്കുകയായിരുന്നു NCP. അതല്ലാതെ ഇടതുമുന്നണി ഒരു നിലപാടും എടുത്തിട്ടില്ല, ഇടതുമുന്നണി പരസ്യമായി ആരെയും കൈയൊഴിഞ്ഞിട്ടില്ല. നേരത്തെ തന്നെ ഒരു മുന്നണി മാറ്റത്തിലേക്ക് കടക്കുമെന്നുള്ള സൂചനകൾ മാണി സി കാപ്പന്റെ എല്ലാ പ്രസ്താവനകളിലും ഉണ്ടായിരുന്നു. അതാണ് റെജി ലൂക്കസിന് ആരോപണം. ചുരുങ്ങിയ വാക്കുകളിൽ മറുപടി. ആദ്യം ഈ മാണി കാപ്പൻ മുന്നണി മാറുകയാണെങ്കിൽ അസംബ്ലി സ്ഥാനം MLA സ്ഥാനം രാജിവെക്കണമെന്ന് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞു. MP ആയി ജയിപ്പിച്ച UDFിനെ കളിപ്പിച്ച് LDFിലേക്ക് വന്ന തോമസ് ചാഴികാടനെ ഇടതുവശിരുത്തിക്കൊണ്ടാണ് റെജി ലൂക്കോസ് അഭിപ്രായം പറയുന്നത്. അത്രയും കൂടെ അദ്ദേഹം മനസ്സിലാക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, മുന്നണി സംവിധാനത്തിൽ കക്ഷികൾ വലുതാകാം ചെറുതാവാം, പക്ഷേ ഒരു പരസ്പര ബഹുമാനത്തിന്റെയും സഹകരണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ മുന്നണികൾ രൂപപ്പെടുന്നത്. ഉദാഹരണമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിൽ പാലായിൽ
ഈ സീറ്റ് ചർച്ച എങ്ങനെയാണ് നടത്തുന്നതിനെ കുറിച്ച് റെജി ലൂക്കോസ് ഒന്ന് അന്വേഷിച്ച് നോക്കണം. അവിടെ CPI-യുമായി പോലും ചർച്ച ചെയ്യാതെ CPM-ഉം ജോസ് വിഭാഗവും മാത്രം തന്നെ ആരോപിച്ചാണ് സീറ്റ് ചർച്ച നടത്തിയത്. അവിടെ സീറ്റ് വിഭജിച്ചത്. അവിടെ കൂട്ടായ ചർച്ച നടന്നില്ല. LDF യോഗം വിളിച്ചില്ല. അവിടെ അങ്ങനെ തുടക്കത്തിൽ തന്നെ NCPയെ അവഗണിക്കുന്ന, NCP പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ പരസ്യമായ വാക്കുകളിലേക്കോ ചർച്ചയിലോ പ്രസ്താവനയിലോ പോയില്ലെങ്കിൽ പോലും LDF-ൽ പോകുന്ന നേതാക്കന്മാർക്കറിയാം. ജോസ് കെ മാണി LDF-ലേക്ക് കടന്നു വന്ന ആദ്യത്തെ യോഗത്തിൽ തന്നെ ശ്രീ പീതാംബരൻ മാസ്റ്റർ പറഞ്ഞു, ഈ ജോസ് കെ മാണി വിഭാഗത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ചില കാര്യങ്ങൾ വ്യക്തത വേണം എന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പരസ്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അവിടെ തുടക്കത്തിൽ തന്നെ ശ്രീ മാണി സി കാപ്പൻ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട ഈ കാര്യം ബോധിപ്പിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് നേതാക്കൾ തീർച്ചയായും ശ്രീ സലീം പി മാത്യു, അതും വ്യക്തമാണ്. സമയ പരിമിതി കൊണ്ടാണ് ഞാൻ ഒന്നൊരു 30 സെക്കൻഡ് ശ്രീ ജേക്കബ് ജോർജ്, PC ജോർജ് പറഞ്ഞെടുത്ത് നിന്ന് പാലായിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ മാണി സി കാപ്പന് വരുമ്പോൾ അതൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു പ്രവചനവും വേണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ചുരുങ്ങിയ വാക്കുകളൊന്നും നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. മറ്റൊരു പ്രധാന ആദ്യം PC ജോർജിന്റെ വാക്കുകൾ. PC ജോർജ് പറഞ്ഞതിനകത്ത് വേറെ അതിനകത്ത് അതിൻ്റെ അകത്ത് PC ജോർജിന്റെ സ്വന്തം കണ്ണ് എവിടെയാണ്? അദ്ദേഹത്തിന്റെ കണ്ണ് പാലായിലുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് പാലായിലുണ്ട്. അതും കൂടെ നമ്മൾ കണക്കിലെടുക്കണം. എടുത്തിട്ട് വേണം ഇത് കണക്കാക്കാൻ. പിന്നീട് രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഈ ചെറിയ പാർട്ടികൾ എവിടെ പോകും? നമ്മൾ RSPയുടെ കാര്യം കാണുകയാണ്. RSP ഒരു കാലത്ത് എന്തായിരുന്നു? ശ്രീകണ്ഠൻ നായരുടെ പാർട്ടിയും സാക്ഷാൽ ബേബി ജോണിന്റെ പാർട്ടിയും TK ദിവാകരൻ നയിച്ച പാർട്ടിയും ആ പാർട്ടി ഇന്ന് എവിടെ കിടക്കുന്നു? ഒരു കൊച്ചു സ്ഥലത്തെ ഇട്ടാവട്ടത്തിൽ പോലും ഇല്ല ആ പാർട്ടി. ഒരൊറ്റ MLA ഇല്ല. ഒരു MP-യുടെ ബലത്തിലാണ് ആ പാർട്ടി നിൽക്കുന്നത്. ചവറ മുതൽ ചവറ വരെ നീണ്ടു കിടക്കുന്ന വലിയ വിസ്തൃതമായ സ്ഥലത്തെ ചെറിയ കുഞ്ഞു പാർട്ടിയായിട്ട് മാറി. തീർച്ചയായും ശ്രീ ജേക്കബ് ജോർജ്, തീർച്ചയായും സമയ പരിമിതി കൊണ്ട് ഇടപെടുക. ഏതായാലും പാലായിൽ ക്ലൈമാക്സ് ആണോ ആന്റി ക്ലൈമാക്സ് ആണോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. NCPയുടെ കാര്യത്തിൽ സമയപരിമിതി കൊണ്ടാണ് ദയവായി അതിഥികൾ ക്ഷമിക്കുക. റെജി ലൂക്കോസിലെ വീണ്ടും വരാൻ കഴിഞ്ഞില്ല. വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസ്. സലീം പി മാത്യു ഒപ്പം ജേക്കബ് ജോർജ്, PC ജോർജും പ്രതികരിച്ചതിന്. വാർത്തയിൽ നിന്നിൽ ആ വിഷയം മാറിക്കൊണ്ട് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത്. പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിൽ സംഘർഷം. പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് കയറി പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് നീക്കിയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ്, തിരുവനന്തപുരത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക് തിരുവനന്തപുരത്തും ചേർന്നു. കാർത്തിക്, സംഘർഷാവസ്ഥയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? ഏത് രീതിയിലാണ് പ്രതിഷേധം? സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ നേരിയ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉദ്യോഗാർത്ഥികളുടെ സമര പന്തലിന് മുന്നിലേക്ക് മാർച്ച് നടത്തി. ഇതിനിടെ യൂത്ത് കോൺഗ്രസിന്റെ 2 വനിതാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടന്നു. ഇവരെ പോലീസ് തടഞ്ഞു. തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ നടത്തു. ഇതിന്റെ ഇടെയാണ് നേരിയ ഉന്തും തള്ളും വാക്കേറ്റവും ഒക്കെ ഉണ്ടായത്. ഇപ്പോഴും 100ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉദ്യോഗാർത്ഥികളുടെ സമരപന്തലിന് സമീപം തന്നെയാണ് ഉള്ളത്. ശക്തമായ പോലീസ് സന്നാഹവും ഇവിടെയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് പിന്തുണയുമായി കൂടുതൽ രാഷ്ട്രീയ സംഘടനകൾ കൂടി പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഉള്ളത്. ഇന്ന് രാവിലെ യുവമോർച്ച പ്രവർത്തകരും സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചിരുന്നു. അല്പം മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ വനിതാ പ്രവർത്തകരും സെക്രട്ടേറിയറ്റിന് മതിൽ ചാടിക്കടന്നു. ഇവരെ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്താക്കുകയായിരുന്നു. സെക്രട്ടേറിയറ്റ് വളപ്പിൽ പ്രവേശിച്ചു. പോലീസുമായി സംഘർഷം. വിശദാംശങ്ങൾ VR കാർത്തിക് നൽകിയത്. പൂർണ്ണമാകുന്നു വാർത്തയിൽ. നമസ്കാരം.